ഒരിക്കൽ അബ്ദുൽ കലാമിനോട് ഒരു അഭിമുഖത്തിൽ ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. അത് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞൊരു ഉപദേശമാണ്. ആ ഉപദേശം ഇതാണ്: വച്ചിടത്തുനിന്ന് എടുക്കണം, എടുത്തിടത്തുനിന്ന് വയ്ക്കണം. ഈ ഒരു വാക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് മാറ്റിമറിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അമ്മ ആവർത്തിച്ചൊരു വീടിനകത്ത് പറഞ്ഞൊരു വാക്ക് അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചപ്പോൾ അദ്ദേഹം ലോകമറിയുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. എനിക്ക് തോന്നുന്നു ഇത് നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതാണെന്ന് സുവിശേഷത്തിൽ യേശു പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വിളക്കെടുത്ത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കില്ലല്ലോ, അത് പീഠത്തിന് മുകളിലല്ല വയ്ക്കുന്നത്. ഇത് യേശു പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? വയ്ക്കേണ്ടിടത്ത് വയ്ക്കേണ്ട സാധനം വയ്ക്കണം. കാരണം നിങ്ങൾ എത്ര തരം മറച്ചു വയ്ക്കാൻ വിചാരിച്ചാലും അതിൻ്റെ പ്രകാശം ഏതെങ്കിലും വഴി കൂടെ പുറത്തു വരും. അതിൻ്റെ വെളിച്ചത്തിന് കെട്ടുപോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും അതിൻ്റേത് സ്ഥലമില്ലേ, അതിൻ്റേത് വയ്ക്കേണ്ട ഇടങ്ങളില്ലേ? കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടുന്ന ഇടങ്ങളിലാണോ പ്ലേസ് ചെയ്യപ്പെടുന്നത്? ഇതൊന്ന് നമ്മളൊക്കെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി മനുഷ്യർ നമ്മളുടെ ചുറ്റും ഉണ്ടായിരിക്കുമ്പോൾ ഇതെത്ര മനുഷ്യരാണ് ഹൃദയത്തിൽ ഇടം പിടിച്ചത്? എത്ര മനുഷ്യരാണ് നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത്? എത്ര മനുഷ്യരാണ് ഹൃദയത്തിൻ്റെ പുറത്തുള്ളത്? എത്ര മനുഷ്യരാണ് ശരീരത്തിൻ്റെ പുറത്തുള്ളത്? എല്ലാവർക്കും ഒരേ ഇടം കൊടുക്കാൻ ഒരേ സ്നേഹബന്ധത്തിലാകരുത് നമ്മുടെ ജീവിതം. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇടമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് റിലേഷൻഷിപ്പിൻ്റെ ഉപമയാണ്. എന്ന് വെച്ചാൽ ഓരോന്നിനും അതിൻ്റേതായ ഇടത്ത് പ്ലേസ് ചെയ്ത് ജീവിതത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുന്ന ബന്ധങ്ങൾക്ക് സൗന്ദര്യം കൂടുതലാണ്, മാധുര്യം കൂടുതലാണ്. ഇനി വയ്ക്കേണ്ട ഇടങ്ങളിലൊക്കെ ഓരോ ബന്ധങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം? ഒരിക്കലും മറച്ചു വയ്ക്കാൻ പാടില്ലാത്ത ദീപത്തിൻ്റെ പേരാണ് ക്രിസ്തു. നമ്മളുടെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒത്തങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ അതിനിടയിൽ മറച്ചു വയ്ക്കാൻ വിചാരിച്ചാലും ഒളിപ്പിച്ചു വയ്ക്കാൻ വിചാരിച്ചാലും മറഞ്ഞു പോകാത്തതും ഒളിഞ്ഞു പോകാത്തതുമായ ഒരേ ഒരു ദീപം അത് ക്രിസ്തുവാണ്. കാര്യം ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത് ഒരു കത്തിച്ച ദീപം നമ്മുടെ കയ്യിൽ പുരോഹിതൻ തന്നിട്ട് പറയില്ലേ, ഈ ദീപം ഒരിക്കലും കെടാതെ സൂക്ഷിക്കണമെന്ന്? അത് ക്രിസ്തുവാണ്. ഇങ്ങനെ എല്ലാ ബന്ധങ്ങൾക്കും ഒരു ഇടം കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും പരമപ്രധാനമായി പ്രയോറിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കേണ്ട റിലേഷൻഷിപ്പ് ക്രിസ്തുവുമായുള്ള റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പ് ഒരിക്കലും മറച്ചു കളയരുത്. ഇനി നമ്മൾ ഓടി വിളിക്കാമെന്ന് വിചാരിച്ചാലും ആ ക്രിസ്തു നമ്മളങ്ങനെ വിടില്ല. അവൻ്റെ സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കും. കാര്യം നമ്മൾ ആദ്യത്തെ ഈ ഭൂമിയിൽ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് ആ ദൈവവുമായിട്ടാണ്. ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത് അതാണല്ലോ പുരോഹിതൻ പറയുന്നത്, നീ ഇനി മുതൽ ദൈവത്തിൻ്റെ മകനും മകളുമായിരിക്കുമെന്ന്. കാര്യങ്ങൾക്ക് വെളിച്ചം കിട്ടിയെന്ന് തോന്നുന്നു. മറച്ചു വയ്ക്കാൻ കഴിയാത്ത ഒരു വെളിച്ചം, അത് നമ്മളും ദൈവവും തമ്മിലുള്ള അഗാധമായ ഒരു ബന്ധമാണ്. ആ പ്രകാശം എന്നും കെടാതെ തിളങ്ങി വിളങ്ങട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.